Hi everyone, welcome back to National Institute of Montessori Teachers Training Center, പാതമംഗലം. ഇന്ന് നമ്മൾ വീണ്ടും ലെസൺ പ്ലാനുമായിട്ട് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ലെസൺ പ്ലാൻ EVS അല്ലെങ്കിൽ ജനറൽ അവയർനെസ്സിനെ കുറിച്ചാണ്. അപ്പോൾ ദ യൂണിറ്റ് അല്ലെങ്കിൽ ലെസൺ എന്ന് പറയുന്നത് കീപ്പിംഗ് അവർ ബോഡി ക്ലീൻ ഓർ കീപ്പിംഗ് ക്ലീൻ എന്ന് പറഞ്ഞ യൂണിറ്റാണ്. അതിലെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് ഗുഡ് ഹാബിറ്റ്സ് ആണ്. അപ്പോൾ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്തെല്ലാമാണെന്ന് നോക്കാം. ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ കുട്ടിക്ക് അതിൽ നിന്ന് എന്താണ് കിട്ടിയത്, അല്ലെങ്കിൽ നമ്മൾ ഈ ടോപ്പിക് എടുക്കുമ്പോൾ ഇതിൻ്റെ അടങ്ങിയിരിക്കുന്ന വസ്തുത എന്ത്, അതാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ ഹൈജീൻ. കുട്ടികൾക്ക് പേഴ്സണൽ ഹൈജീൻ നമ്മൾ ശുചിത്വത്തിന് എൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക. ഐഡൻറ്റിഫൈ ഗുഡ് ഹൈജീൻ പ്രാക്ടീസ്. അതുപോലെ തന്നെ ഹൈജീൻ പ്രാക്ടീസ്, അതായത് ശുചിത്വം പാലിക്കേണ്ട നല്ല രീതിയിൽ എങ്ങനെയെല്ലാമാണ് എന്ന് നമ്മൾ ചെയ്യുക. ഡെവലപ്പ് ഹാബിറ്റ്സ് ഫോർ മെയിൻറ്റെയിനിങ് ക്ലീൻനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഹാബിറ്റ്സുകൾ എന്തെല്ലാമാണ് എന്നാണ് ലേണിംഗ് ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. അതായത് ഈ ഒരു പാഠത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുതകൾ ഇതാണ്. അതായത് കുട്ടി ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ ഹൈജീൻ, ഐഡൻറ്റിഫൈ ഗുഡ് ഹൈജീൻ പ്രാക്ടീസ് ആൻഡ് ഡെവലപ്പ് ഹാബിറ്റ്സ് ഫോർ മെയിൻറ്റെയിനിങ് ക്ലീൻനെസ്. ദെൻ ടീച്ചിങ് മെത്തഡോളജി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ടീച്ചിങ് ലെസൺ പ്ലാനിൽ പറഞ്ഞിരുന്നു നമ്മളൊരു ഇച്ചിരി കൂടി അപ്ഡേറ്റഡ് ആയിട്ടാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മുടെ ടീച്ചിങ് മെത്തഡോളജിയിൽ ഇൻട്രാക്റ്റീവ് ഡിസ്കഷനാണ് വരുന്നത്. എന്ന് വെച്ചാൽ എൻഗേജ് സ്റ്റുഡൻസ് ഇൻ കോൺവെർസേഷൻ എബൌട്ട് ഹൈജീൻ. കുട്ടികളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ എൻഗേജ് ചെയ്യിക്കുക. ഹൈജീനെ കുറിച്ച് ചോദിച്ച് കുട്ടികൾക്ക് എന്തെല്ലാം അറിയാം, അതായത് കുട്ടികളുടെ പ്രീവിയസ് നോളജിൽ തന്നെ നമുക്ക് ഉദ്ദേശിക്കാവുന്നതാണ് ഇൻട്രാക്റ്റീവ് ഡിസ്കഷനിൽ. ദെൻ ഇനി നമുക്കിതെങ്ങനെ പഠിപ്പിക്കാം, കുട്ടികളിലേക്ക് എത്തിക്കാം. ബൈ ഇത് സ്റ്റോറി ടെല്ലിങ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് സ്റ്റോറീസ് ഇല്ലുസ്ട്രേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലീൻനെസ്സിനെ കാണിക്കുന്ന തരത്തിലുള്ള സ്റ്റോറീസ് നമുക്ക് കുട്ടികളെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ദെൻ സോങ്സ് ആൻഡ് റൈംസ്. അതുപോലെ തന്നെ പാട്ടുകളിലൂടെയും കവിതകളിലൂടെയും ഒക്കെ കുട്ടികൾക്ക് എന്ത് പഠിപ്പിക്കാവുന്നതാണ്, ഈ പറയുന്ന ക്ലീനിങ് പഠിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ഗുഡ് ഹാബിറ്റ്സ് പഠിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ടീച്ച് ഹൈജീൻ ഹാബിറ്റ്സ് ത്രൂ ക്യാച്ചിങ് സോങ്. ദെൻ അല്ലെങ്കിൽ നമുക്ക് പറയാം, അതിനൊക്കെ ഒരു ആക്ഷൻ റൈമൊക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയാം ബ്രഷ് യുവർ ടീത്ത് എവറി ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആക്ഷൻ റൈംസൊക്കെ ഉണ്ട്, അത് ചെയ്യുക. ദെൻ ഡെമോൺസ്ട്രേഷൻ, എങ്ങനെയാണ് ഹൈജീൻ ചെയ്യണം. അപ്പോൾ നമുക്കതിനൊരു സോങ് ഉണ്ട്, വാഷ് യുവർ ഹാൻഡ്സ് എന്നും പറഞ്ഞിട്ടുള്ളൊരു സോങ്ങൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ടീച്ചിങ് മെത്തഡോളജിയിൽ പറഞ്ഞിരിക്കുന്നത്. കുട്ടികളോട് വീണ്ടും ആസ്ക് ചെയ്യുക, സ്റ്റോറി പറഞ്ഞ് കൊടുത്ത് നമുക്ക് പഠിപ്പിക്കാം, പാട്ടുകളിലൂടെയും പഠിപ്പിക്കാം. അപ്പോൾ ഞാൻ 2 റൈം പറഞ്ഞു. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ കണി ബ്രഷ് യുവർ ടീത്ത്. ദെൻ വാഷ് യുവർ ഹാൻഡ്സ്. അപ്പോൾ നമുക്ക് ഡെമോൺസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് വാഷ് ചെയ്യുന്നതെന്നുള്ളത് കൊടുക്കാം. അതുപോലെ തന്നെ ബ്രഷിൻ്റെ കിടക്കാം, ദിസ് ഈസ് ദ വേ ടു ബ്രഷ് യുവർ ടീത്ത് എന്ന് പറഞ്ഞിട്ടുള്ള റൈമൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. ഇതൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്യാവുന്നത്. ഓക്കെ, ഇനി ടീച്ചിങ് ഏഡ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ ടൂൾസിൽ നമ്മൾ എന്തെല്ലാം യൂസ് ചെയ്യണമെന്ന് നോക്കാം. വിഷ്വൽ എയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ തരത്തിലുള്ള പോസ്റ്റേഴ്സും ഹൈജീൻ പ്രാക്ടീസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് അതിൻ്റെ പ്രോപ്സ് കൊടുക്കാം, സോപ്പ്, ടൗല്, ടൂത്ത് ബ്രഷ് കൊടുക്കാം. ദെൻ ബുക്ക് നമുക്ക് ടീച്ചിങ് എയ്ഡായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ആക്ടിവിറ്റി, ഇതിൽ നിന്ന് കുട്ടിക്ക് എന്ത് ആക്ടിവിറ്റിയാണ് കൊടുക്കാവുന്നത്. അപ്പോൾ നമുക്ക് ഓർക്കാം ഗുഡ് ഹാബിറ്റ്സിൻ്റെ എന്താണ് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ, ടിക്ക് ചെയ്യാനും സർക്കിൾ ചെയ്യാനും ഏതാണ് ഗുഡായിട്ടുള്ളത്. അപ്പോൾ ഡു ഓർ ഡു നോട്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണെന്നുള്ള വർക്ക്ഷീറ്റുകൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ദെൻ ഹൈജീൻ ചാർട്ടുകൾ നമുക്ക് ക്ലാസ്സുകളിൽ കീപ്പ് ചെയ്യാവുന്നതാണ്. ദെൻ അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഇവാലുവേഷൻ. ഇനി കുട്ടിയെ എങ്ങനെ നമുക്ക് അസസ് ചെയ്യാം, ത്രൂ ദ ഒബ്സർവേഷൻ. കുട്ടി എന്ത് മനസ്സിലാക്കി എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ആസ്കിങ് ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ദെൻ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഇവർ ഒബ്സർവേഷനും ക്വസ്റ്റ്യൻ ആൻസറും അവരൊക്കെ പാർട്ടിസിപ്പേഷൻ എത്രമാത്രം ഉണ്ട് എന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അസസ് ചെയ്യുക അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ അഡീഷണൽ ലേണിംഗ് ഓർ മൾട്ടിപ്പിൾ അസസ്മെൻറ്റ്, ആർട്ട് ഇൻറ്റിഗ്രേഷൻ. ഇതിലൊക്കെ വരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹൈജീൻ, ഇതെല്ലാം എന്തിലാണ് വരുന്നത്? അഡീഷണൽ ലേണിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇനി എന്തെങ്കിലും സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ടാക്ടിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നത് കൊണ്ട് കുട്ടി നമ്മൾ പറഞ്ഞു ലേണിംഗ് ഒബ്ജക്റ്റീവ് പറഞ്ഞു, ഇത് മാത്രമല്ല ആ ഒരു റൈം അല്ലെങ്കിൽ ഒരു സ്റ്റോറിയിലൂടെ കുട്ടി എന്താവാന്ന് റീഇൻഫോഴ്സ് ചെയ്യുകയാണ് അല്ലേ. അതായത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് വരുന്നത്. അത് കുട്ടികളെ നല്ലൊരു രീതിയിൽ കുട്ടിയെ ആ ഒരു കാര്യം ഉൾക്കൊള്ളിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. ദെൻ അവർക്കടെ റുട്ടീൻസിൽ മാറ്റം വരുന്നത്, എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, ഇതെല്ലാം എന്തായിട്ട് വരും? നമ്മുടെ റുട്ടീൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് എല്ലാം ഈ ഒരു നമ്മുടെ സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ ടാക്ടിക്സിൽ വരുന്ന കാര്യങ്ങളാണ്. അതിൽ ലേണിംഗ് ഔട്ട്കം ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തു. അവസാനം കുട്ടി എന്ത് മനസ്സിലാക്കി എന്നുള്ളതാണ് ലേണിംഗ് ഔട്ട്കം. അല്ലെങ്കിൽ ആ കുട്ടി ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്ത് ഉൾക്കൊണ്ടു, ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കീപ്പിംഗ് ദർ ബോഡി ക്ലീൻ. അവരവർക്കുടെ ശരീരം അല്ലെങ്കിൽ നമ്മൾ ശുദ്ധമായിട്ടിരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്ന് കുട്ടി മനസ്സിലാക്കുക. ഏബിൾ ടു ഡെമോൺസ്ട്രേറ്റ് ഗുഡ് ഹൈജീൻ പ്രാക്ടീസസ്. അതുപോലെ തന്നെ കുട്ടിക്ക് നല്ല രീതിയിൽ ഗുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കുക എന്നാണ് ഉൾക്കൊള്ളുക. ഇതാണ് ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇത് ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളിതൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.